ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനലിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന മൂവീസ് കാണാനായി ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യൂ. ചാനലിന്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. 1979 റിലീസ് ചെയ്ത ചിത്രമാണ് മലബിംബ. ഇത് ഒരു ഹൊറർ ചിത്രമാണെങ്കിലും സിനിമയിൽ ചൂടൻ രംഗങ്ങൾക്ക് ഒരു കുറവും വരുത്തിയിട്ടില്ല. ഇവിടെ പ്രേതങ്ങൾക്കും ആസക്തി തോന്നിയാൽ എങ്ങനെയുണ്ടാകും കാര്യങ്ങൾ എന്ന് എടുത്തു കാട്ടുന്നുണ്ട്. ഒരു പ്രേതത്തിന് തന്റെ വികാരങ്ങൾ അടക്കാൻ കഴിയാതെ എന്തെല്ലാം പൊല്ലാപ്പുകൾ ഉണ്ടാക്കുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു വലിയ വീടും പരിഷ്കാരികളായ ഒരു കുടുംബക്കാരുമാണ് ഈ കഥയിലെ പശ്ചാത്തലം. സിനിമ തുടങ്ങുന്നത് കൊട്ടാരം പോലെയുള്ള ആ വീടും പരിസരവും കാണിച്ചുകൊണ്ടാണ്. അവിടെ ഒരാളുടെ ദേഹത്ത് പ്രേതം കൂടുകയും മറ്റുള്ള കുടുംബക്കാർ ചുറ്റുമിരുന്ന് അമ്പരന്ന് നോക്കുകയും ചെയ്യുന്നു. ആ വീടിന്റെ ഇപ്പോഴത്തെ അവകാശിയാണ് ഇയാൾ. കഥയിലെ ഹീറോയായ ഇയാൾക്ക് തന്റെ ഭാര്യയെ നഷ്ടപ്പെടുന്നു. എന്നാൽ മരിച്ചുപോയ തന്റെ ഭാര്യ ആ കുടുംബത്തെ മുഴുവനും ശല്യം ചെയ്യുകയാണ്. ഭാര്യയുടെ ആത്മാവ് തനിക്ക് യോജിക്കുന്ന ഒരു ശരീരം തേടി നടക്കുകയാണ്. അങ്ങനെ ഹീറോയുടെ മാനേജറായ ഇവളുടെ ദേഹത്ത് ഹീറോയുടെ വൈഫിന്റെ ആത്മാവ് കയറിക്കൂടി. എല്ലാവരും ചുറ്റുമിരുന്ന് മാനേജർ കാട്ടുന്ന ആ പ്രേത വിഭ്രാന്തിയും നോക്കിയിരിക്കുന്നു. എന്നാൽ പ്രേതം കൂടിയതു മുതൽ പ്രേതത്തിന്റെ വക മറ്റുള്ളവർക്കെല്ലാം പൂരപ്പാട്ടും തെറിവിളിയുമായിരുന്നു. അവിടെ ഹീറോയുടെ അമ്മയും അയാളുടെ അനിയനും ഭാര്യയും ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ വികാരമൂത്ത പ്രേതം അവിടെ കൂടിയിരുന്ന എല്ലാവരെയും ലൗകികമായ രീതിയിൽ ശല്യം ചെയ്യാൻ തുടങ്ങി. ഒടുവിൽ പ്രേതത്തിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് മനസ്സിലായ ഹീറോ ആത്മാവ് കുടിയിരിക്കുന്ന തന്റെ മാനേജറിന്റെ കരണക്കുറ്റി നോക്കി ഒരെണ്ണം പൊട്ടിക്കുന്നു. അതോടെ ആത്മാവ് ആ ശരീരം വിട്ട് തൽക്കാലം ഗുഡ് ബൈ പറഞ്ഞ് പോകുന്നു. പക്ഷേ തന്റെ ആഗ്രഹങ്ങൾ അടക്കാനാവാതെ മരണപ്പെട്ട ഹീറോയുടെ ഭാര്യയുടെ ആത്മാവ് അവരുടെ വീട്ടിലെ കന്യാസ്ത്രീയായ കെയർടേക്കർ സോഫിയയുടെ റൂമിലേക്ക് പോകുന്നു. സോഫിയയുടെ ശരീരത്തിൽ കയറാനായി പ്രേതം ഒന്ന് പയറ്റി നോക്കി. അതിനായി അവളോട് വികാരം ഉണർത്തുന്ന വിധം പെരുമാറി നോക്കിയ പ്രേതം ഒരുപാട് പണിപ്പെട്ട് ആ ശരീരത്തിൽ കയറാൻ ശ്രമിക്കുന്നു. പക്ഷേ സോഫിയ ധൈര്യം കൈവിടാതെ ആ ശക്തിയെ തന്റെ ശരീരത്തിൽ പ്രവേശിക്കുന്നതിനെ തടയാനായി കൈകൾ കൊണ്ട് കുരിശു കാണിച്ച് ആ ശക്തിയെ അവിടെ നിന്നും ഓടിക്കുന്നു. പക്ഷേ അപ്പോഴും ആത്മാവ് അവിടം വിട്ടില്ല. അത് നേരെ പോയത് ഹീറോയുടെ മകളുടെ റൂമിലേക്കാണ്. നല്ല ഉറക്കമായിരുന്ന ഹീറോയുടെ മകൾ പേടിച്ച് ഞെട്ടി ഉണർന്നു. എന്നാൽ ഒടുവിൽ തന്റെ അമ്മയുടെ ആത്മാവ് ആ മകളുടെ ശരീരത്തിൽ കയറിക്കൂടുന്നു. അങ്ങനെ ഹീറോയുടെ മകൾ ഒരു പ്രേതമായി മാറി. അടുത്ത ദിവസം രാവിലെ ഹീറോയുടെ മകൾക്ക് പെരുമാറ്റത്തിലും നടത്തത്തിലുമെല്ലാം കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ആ സമയം മകളെ കുറിച്ചോർത്ത് തനിക്ക് വിഷമം ആകുന്നു എന്ന് പറഞ്ഞ് ഹീറോ അവന്റെ അമ്മയോട് സങ്കടങ്ങൾ പറയുന്നു. ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ അമ്മയെ നഷ്ടപ്പെട്ട മകൾക്ക് അതിനുശേഷം മാനസികമായി തകർന്ന ഒരു അവസ്ഥയാണെന്നും ഈ വീട്ടിൽ അവൾ ഒറ്റപ്പെടുകയാണെന്നും പറഞ്ഞ് അയാൾ വിഷമിക്കുന്നു. ഈ വീടും സ്ഥലവുമെല്ലാം വിറ്റിട്ട് എങ്ങോട്ടെങ്കിലും പോയാലോ എന്ന് ഹീറോ അവന്റെ അമ്മയോട് പറയുന്നു. പക്ഷേ അമ്മ അതിനെ എതിർക്കുന്നു. ഈ വീടും സ്വത്തുക്കളുമെല്ലാം നിന്റെ അനിയന്റെ പേരിലായിരുന്നത് അവനെല്ലാം അവന്റെ ഭാര്യയുടെ പേരിൽ ആക്കിയതല്ലേ. അങ്ങനെ ഒരു മണ്ടത്തരം അവൻ കാണിച്ചത് കൊണ്ട് ഇനി നമുക്കൊന്നും കിട്ടില്ല എന്ന് അമ്മ ഹീറോയെ ഓർമ്മിപ്പിച്ചു. വേശ്യപ്പണി ചെയ്തുകൊണ്ടിരുന്ന തന്റെ അനിയന്റെ ഭാര്യ അവളുടെ ഭർത്താവിനെ എപ്പോ വേണോ ഉപേക്ഷിച്ചിട്ട് ഈ സ്വത്തുക്കളും കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ടെന്ന് അറിയാമായിരുന്ന ഹീറോയുടെ അമ്മ ഹീറോയോട് അനിയന്റെ ഭാര്യയെ കല്യാണം കഴിക്കാൻ ആവശ്യപ്പെടുന്നു. അത് കേൾക്കുന്ന ഹീറോ അതിനെ എതിർക്കുന്നു. അവന് 5 വർഷമായി വിട്ടുമാറാത്ത രോഗമുണ്ടെങ്കിലും അവൻ എന്റെ അനിയനാണെന്നും അവൾ അവന്റെ ഭാര്യയാണെന്നും തനിക്ക് അവളെ കല്യാണം കഴിക്കാൻ കഴിയില്ല എന്നും ഹീറോ അവന്റെ അമ്മയോട് പറയുന്നു. നിങ്ങൾക്ക് എന്നാലും ഇതെങ്ങനെ എന്നോട് പറയാൻ തോന്നിയെന്ന് പറഞ്ഞ് ഹീറോ അമ്മയോട് ദേഷ്യപ്പെടുന്നു. എന്നാൽ എനിക്ക് ഈ കുടുംബവും സ്വത്തുക്കളും ഒക്കെയാണ് വലുതെന്ന് ഹീറോയുടെ അമ്മ പറയുന്നു. പക്ഷേ എന്തായാലും ഞാൻ ഈ തീരുമാനത്തിന് ഒരുക്കമല്ല എന്ന് ഹീറോ തറപ്പിച്ച് പറയുന്നു. എന്നാൽ അവർ സംസാരിക്കുന്നത് ഹീറോയുടെ അനിയന്റെ ഭാര്യ കേട്ടു നിൽക്കുന്നു. അതോടെ അവർ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം അവൾക്ക് മനസ്സിലായി. ഹീറോയോട് അവൾക്ക് ചെറിയ താല്പര്യം ഉള്ളതുകൊണ്ട് തന്നെ അവൾക്ക് ആ തീരുമാനത്തിന് സമ്മതമായിരുന്നു. ഒടുവിൽ താനെല്ലാം കേട്ടു എന്ന് പറഞ്ഞ് അവൾ ഹീറോയുടെ അടുത്തേക്ക് വരുന്നു. ശേഷം അവൾ അവളുടെ കുറവുകളെല്ലാം ഹീറോയോട് പറയുന്നു. ഒപ്പം കല്യാണം നടത്താൻ അവൾക്ക് സമ്മതമാണെന്നും അവൾ ഹീറോയെ അറിയിക്കുന്നു. പക്ഷേ ഹീറോ ഒരു വിധത്തിലും അവളോട് അടുക്കാതെയായപ്പോൾ അവൾ ശരീരം കാണിച്ച് ഹീറോയെ പാട്ടിലാക്കാൻ നോക്കി. എന്നാൽ ആ സമയം ഹീറോയുടെ മകൾ എന്തോ കണ്ട് പേടിച്ച് അയാളുടെ അടുത്തേക്ക് വരുന്നു. ശേഷം മകളെ കെയർടേക്കറായ സോഫിയയെ ഹീറോ ഏൽപ്പിക്കുന്നു. അടുത്ത സീനിൽ എല്ലാവരും ഫുഡ് കഴിക്കാനായി ഇരിക്കുന്നു. ആ സമയം മാനേജർ കഴിഞ്ഞ ദിവസം നടന്ന സംഭവങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു. പക്ഷേ ഹീറോ അതിനെക്കുറിച്ച് ഇനി ഈ വീട്ടിൽ
വീട്ടിൽ സംസാരിക്കണ്ട എന്ന് പറയുന്നു. ആ സമയം ഹീറോയുടെ മകൾ ഫുഡ് കഴിക്കാനായി അവിടേക്ക് വരുന്നു. പക്ഷേ പെട്ടെന്ന് തന്നെ അവൾ അവളുടെ ഗ്രാൻഡ്മയോട് നീ നിന്റെ ചെറുപ്രായത്തിൽ അച്ഛന്റെ സുഹൃത്തുക്കളെയെല്ലാം കറക്കിയെടുത്തിട്ടില്ലേ എന്ന് അവരുടെ മുഖത്ത് നോക്കി പറയുന്നു. അത് കേട്ട് എല്ലാവരും ഒന്ന് ഞെട്ടി. മാത്രമല്ല ജോലിക്കാരന്റെ ഓടക്കുഴലിൽ കൈവച്ച ശേഷം അവൾ ആ വീട്ടിൽ നടക്കുന്ന പല രഹസ്യമായ കളികളെക്കുറിച്ചും വിളിച്ചു പറയാൻ തുടങ്ങി. ഒടുവിൽ അതിരുകൾ കടന്ന് സംസാരിച്ച തന്റെ മകളെ ഹീറോ തല്ലുന്നു. അതോടെ അവൾ അവിടെ നിന്ന് ദേഷ്യത്തോടെ എഴുന്നേറ്റ് പോകുന്നു. മകൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ മോശമായി പെരുമാറുകയും സംസാരിക്കുകയും ചെയ്തതെന്നോർത്ത് ഹീറോ വല്ലാതെ വിഷമിച്ചു. തുടർന്ന് മകളുടെ പേരും പറഞ്ഞ് ഹീറോയും അനിയന്റെ ഭാര്യയും തമ്മിൽ വഴക്കാകുന്നു. തുടർന്ന് മകളുടെ റൂമിലേക്ക് പോയ ഹീറോ അവളോട് സംസാരിക്കുന്നു. ഹീറോയുടെ മകൾ കരഞ്ഞുകൊണ്ട് അയാളോട് മാപ്പ് ചോദിക്കുന്നു. അന്നത്തെ രാത്രിയിൽ ഉറങ്ങാൻ കിടന്ന ഹീറോയുടെ റൂമിലേക്ക് അനിയന്റെ ഭാര്യ വികാരത്തോടെ കയറി വരുന്നു. അവളെ കണ്ടതും ഹീറോ അവളോട് പുറത്തു പോകാൻ പറയുന്നു. പക്ഷേ രണ്ടും കൽപ്പിച്ചെത്തിയ അവൾ ഹീറോയോട് വിവാഹത്തെപ്പറ്റി വീണ്ടും ചോദിച്ചു. എന്നാൽ നടക്കില്ല എന്ന് തന്നെ ഹീറോ അവളോട് പറയുന്നു. ഈ സമയം ഏതോ റൂമിൽ കളി നടക്കാൻ പോകുന്നു എന്നറിഞ്ഞ ഹീറോയുടെ മകളുടെ ഉള്ളിലെ പ്രേതമുണർന്ന് ഹീറോയുടെ റൂമിലേക്ക് പോയി നോക്കി. ആ സമയം അനിയന്റെ ഭാര്യ പറഞ്ഞിട്ട് കേൾക്കാത്ത ഹീറോയെ തന്റെ ശരീരം കാണിച്ച് മയക്കാൻ നോക്കി. അതിനുവേണ്ടി അവൾ ഡ്രസ് ഊരി മാറ്റി ഹീറോയ്ക്ക് മുമ്പിൽ എല്ലാം പ്രദർശിപ്പിക്കുന്നു. പക്ഷേ അതിലെല്ലാം ഹീറോ പതറാതെ നിന്നു. വീണ്ടും വീണ്ടും അവൾ ഹീറോയെ മയക്കാൻ വാക്കുകൊണ്ടും നോട്ടം കൊണ്ടുമെല്ലാം മാരകമായി പരിശ്രമിക്കുന്നു. പക്ഷേ ഹീറോ അവന്റെ തീരുമാനത്തിൽ ഉറച്ചു തന്നെ നിൽക്കുന്നു. അങ്ങനെ പഠിച്ച പണി 18 നോക്കിയിട്ടും ഹീറോ വീഴുന്നില്ല എന്ന് കണ്ടപ്പോൾ അവൾക്ക് ദേഷ്യമായി. നീയൊരു ആണ് തന്നെയാണോ? ഞാൻ ഇത്രയും പറഞ്ഞിട്ടും ചെയ്തിട്ടും നിനക്കൊന്നും തോന്നിയില്ലെങ്കിൽ പിന്നെ നിനക്കൊക്കെ കൈപ്പണി തന്നെ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞ് അവൾ ദേഷ്യപ്പെട്ട് മുറിയിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു. കളി കാണാൻ വന്ന പ്രേതവും നിരാശയോടെ മടങ്ങി. പക്ഷേ നല്ല മൂടായി വന്ന അനിയന്റെ ഭാര്യ നേരെ അവളുടെ ഭർത്താവിന്റെ അടുത്തേക്ക് പോയി. തുടർന്ന് ഹീറോയ്ക്കൊപ്പം ഒന്നും നടക്കാത്തതിന്റെ ക്ഷീണം അവൾ അവിടെ തീർക്കുന്നു. നിരാശയോടെ മടങ്ങിയ പ്രേതം തിരികെ റൂമിൽ പോകുന്ന വഴി അവരുടെ പരിപാടികൾ കണ്ടതും അവിടെ നിന്ന് എടുത്ത ടിക്കറ്റിന് നടക്കാതെ പോയ ഷോ മുടങ്ങിയപ്പോൾ അപ്പുറത്തെ ഷോ മുഴുവൻ കാണാനായി നിൽക്കുന്നു. പക്ഷേ പ്രേതം ഷോ കണ്ടു നിൽക്കുന്നത് സിസ്റ്റർ സോഫിയ കാണുന്നു. അവൾ തന്നെ കണ്ടു എന്ന് മനസ്സിലാക്കിയപ്പോൾ പ്രേതം അവളോട് ദേഷ്യപ്പെട്ട് മുറിയിലേക്ക് പോയി. മുറിയിൽ പോയ പ്രേതം ഹീറോയുടെ മകൾ കളിക്കുന്ന പാവക്കുട്ടിയെ എടുത്ത് അതുമായി ഒന്നിച്ച് കഴിയുന്ന പോലെ പെരുമാറാൻ തുടങ്ങി. അങ്ങനെ അടുത്ത ദിവസം ആ പാവക്കുട്ടിയുടെ അവസ്ഥ കണ്ട് വീട്ടിലെ എല്ലാവരും ആകെപ്പാടെ അന്തം വിട്ട് നോക്കി നിന്നു. എന്നാൽ അവൾ കൗമാരപ്രായം എത്തിക്കഴിഞ്ഞ് നിൽക്കുകയാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ അവളെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് ഹീറോയുടെ അനിയന്റെ ഭാര്യ പറയുന്നു. അത് കഴിഞ്ഞ് ഹീറോ മകളുടെ അടുത്തേക്ക് സംസാരിക്കാനായി പോകുന്നു. ഹീറോയെ കണ്ടതും അവൾ മാപ്പ് പറയുകയും ഹീറോ ഉടനെ മകളെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ ആ സമയം അവൾ അച്ഛനോട് വളരെ മോശമായി പെരുമാറാൻ തുടങ്ങി. അത് ഹീറോയെ വല്ലാതെ ഞെട്ടിച്ചു കളഞ്ഞു. തന്റെ മകളാണോ മുന്നിൽ നിൽക്കുന്നതെന്നോർത്ത് ഹീറോ ആകെ പേടിച്ച് അവിടെ നിന്നും പോകുന്നു. അടുത്ത സീനിൽ അവരുടെ വീട്ടിൽ വെച്ച് ഒരു പാർട്ടി നടക്കുന്നു. പ്രമുഖരായ പലരും പാർട്ടിയിൽ പങ്കെടുക്കാനെത്തി. ഹീറോ ആ സമയം മകളുടെ കാര്യത്തിൽ വല്ലാതെ അസ്വസ്ഥനായിരുന്നു. ആ നേരം അനിയന്റെ ഭാര്യ അയാൾക്കൊപ്പം ഒരു ആശ്വാസമായി കൂടെ നിൽക്കാനും സംസാരിക്കാനും എത്തി. തുടർന്ന് പാർട്ടി നടക്കുന്ന അവിടേക്ക് ഹീറോയുടെ മകൾ കടന്നു വരുന്നു. വല്ലാത്ത അവസ്ഥയിൽ വന്ന അവൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ധരിച്ചിരിക്കുന്ന അവളുടെ വസ്ത്രങ്ങൾ ഉയർത്തി കാണിക്കുന്നു. അത് കാണുന്ന എല്ലാവരും അന്തം വിട്ട് അത് നോക്കി നിൽക്കുന്നു. വികാരം മൂത്ത ആ പ്രേതത്തിന്റെ പ്രവൃത്തിയാണ് അതെന്ന് ആർക്കും തന്നെ മനസ്സിലാകുന്നില്ല. അടുത്ത ദിവസം ഒരു ഡോക്ടർ വന്ന് ഹീറോയുടെ മകളെ പരിശോധിക്കുന്നു. ശാരീരികമായി അവൾക്ക് ഒരു കുഴപ്പവുമില്ല എന്നും ഇതൊക്കെ അവളുടെ അമ്മ മരിച്ചതിന്റെ ഷോക്ക് കൊണ്ട് അവൾ ചെയ്യുന്നതാണെന്നും ഡോക്ടർ ഹീറോയോട് പറയുന്നു. അന്ന് രാത്രി ഹീറോയുടെ മകളുടെ ദേഹത്ത് വീണ്ടും പ്രേതം കൂടി. തുടർന്ന് ഇന്ന് ഏത് റൂമിൽ കളി നടക്കുന്നു എന്ന് അന്വേഷിച്ച് പ്രേതം ഇറങ്ങി. ആ സമയം ഹീറോയുടെ റൂമിലേക്ക് അനിയന്റെ ഭാര്യ ഒരിക്കൽ കൂടി കടന്നു വരുന്നു. ഇപ്പോഴെങ്കിലും ഹീറോയുടെ തീരുമാനത്തിൽ വല്ല മാറ്റവും ഉണ്ടോ എന്നറിയാനായി ആണ് അവൾ വീണ്ടും അങ്ങോട്ട് പോയത്. എന്നാൽ പകുതി സമ്മതമായിരുന്ന ഹീറോ അനിയന്റെ കാര്യമോർത്താണ് സമ്മതിക്കാത്തതെന്ന് അവളോട് പറയുന്നു. എന്നാൽ എനിക്ക് നിന്റെ ഒപ്പം കഴിയാൻ പൂർണ്ണ സമ്മതമാണെന്നും ഭർത്താവ് എന്ന പേരിൽ എന്നെ കഴിഞ്ഞ 5 വർഷമായി അയാൾക്ക് മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ശരീരം കൊണ്ടുമൊന്നും തൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നും അവൾ വിഷമത്തോടെ ഹീറോയോട് പറയുന്നു. പെട്ടെന്ന് തന്നെ അവൾ ഹീറോയുടെ മുന്നിൽ വെച്ച് വസ്ത്രങ്ങൾ ഊരിമാറ്റി. ആ സമയം പ്രേതം ഹീറോയുടെ റൂമിന് പുറത്തുനിന്ന് ഷോ കാണാനായി എത്തി. ഒടുവിൽ ഇത്തവണ അവളുടെ സൗന്ദര്യം കണ്ട് മയങ്ങിപ്പോയ ഹീറോയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അവിടെ പരിപാടികൾ ഉടനെ തന്നെ അരങ്ങേറി. പ്രേതം അതെല്ലാം കണ്ട് നിൽക്കാൻ വയ്യാതെ അലഞ്ഞു നടക്കാൻ
തുടങ്ങി. ഒടുവിൽ തളർന്നു കിടക്കുന്ന ഹീറോയുടെ അച്ഛന്റെ റൂമിലേക്ക് കയറിപ്പോയ പ്രേതം വേറെ വഴിയില്ലാതെ അവളുടെ ആസക്തി അടക്കാനായി അയാളോട് വായനയും കൂത്തുമെല്ലാം നടത്തുന്നു. പക്ഷേ തളർന്നു കിടക്കുന്ന അപ്പാപ്പന് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു അത്. പ്രേതത്തിന്റെ ആ പ്രവൃത്തികളുടെ ഷോക്കിൽ അപ്പാപ്പൻ മരിക്കുന്നു. എന്നാൽ പ്രേതത്തിന്റെ ഈ പ്രവൃത്തി കൊണ്ട് അപ്പാപ്പൻ മരിച്ചത് സിസ്റ്റർ സോഫിയ നേരിൽ കാണുന്നു. സോഫിയ എല്ലാം കണ്ടു എന്ന് മനസ്സിലാക്കിയ അവൾ സ്വബോധത്തിലേക്ക് തിരിച്ചെത്തി. ഒടുവിൽ ആരോടും ഈ വിവരം പറയല്ലേ എന്ന് പറഞ്ഞ് അവൾ അപേക്ഷിക്കാൻ തുടങ്ങി. ആരോടും പറയില്ല എന്ന് സോഫിയ അവൾക്ക് വാക്കുകൊടുക്കുന്നു. അടുത്ത ദിവസം ഒരു കുഴപ്പവുമില്ലാതെ പൊയ്ക്കൊണ്ടിരുന്ന ഹീറോയുടെ അച്ഛൻ മരണപ്പെട്ടത് എല്ലാവർക്കും ഒരു ഷോക്കായി മാറുന്നു. അതോടൊപ്പം ഹീറോയുടെ മകളുടെ ഉള്ളിൽ മറ്റൊരു ദുഷ്ടശക്തി ഉണ്ടെന്ന് സിസ്റ്റർ സോഫിയയ്ക്ക് മനസ്സിലാകുന്നു. തുടർന്ന് ഹീറോയ്ക്കൊപ്പം അവിഹിത ബന്ധം വച്ചു പുലർത്തുന്ന തന്റെ ഭാര്യയോട് ഹീറോയുടെ അനിയൻ അതിന്റെ പേരും പറഞ്ഞ് വഴക്കാകുന്നു. ഒടുവിൽ ഹീറോയും അവന്റെ അമ്മയും അതിന്റെ പേരിൽ അവരോട് സംസാരിക്കുന്നു. എന്നാൽ ഹീറോയും അനിയനും അതിന്റെ പേരിൽ അടിയാകുന്നു. ഒടുവിൽ സ്വത്തുക്കൾക്ക് വേണ്ടി ഹീറോയുടെ അമ്മ അവൾക്ക് ഇഷ്ടമാണെങ്കിൽ ഹീറോയെ കൊണ്ട് അവളെ കെട്ടിക്കുമെന്ന് ഇളയ മകനോട് പറയുന്നു. അതോടൊപ്പം ഇളയ മകനെ വീട്ടിൽ നിന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പുറത്തു പോകാനും പറയുന്നു. ആ സമയം സോഫിയ ഹീറോയുടെ അടുത്തേക്ക് വരുന്നു. നിങ്ങളുടെ മകൾക്ക് മാനസികമായ പ്രശ്നമുണ്ടെന്നും അവളുടെ പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാൻ എനിക്ക് കഴിയുമെന്നും അവൾ പറയുന്നു. എന്നാൽ അതിനിപ്പോൾ എന്ത് ചെയ്യണമെന്ന് ഹീറോ അവളോട് ചോദിക്കുന്നു. എന്നാൽ ഞാൻ പ്രാർത്ഥനയിലൂടെയും പരിചരണത്തിലൂടെയും അവളെ മാറ്റിയെടുക്കാൻ ഒരുക്കമാണെന്നും കന്യാസ്ത്രീ ആകുന്നതിന് മുമ്പ് ഞാനിത് ചെയ്യുന്നതിലൂടെ എനിക്കതൊരു നല്ല അനുഭവം ആയിരിക്കുമെന്ന് പറഞ്ഞ് അവൾ ഹീറോയുടെ മകളുടെ ശുശ്രൂഷ ഏറ്റെടുത്ത് ഹീറോയുടെ അനുവാദവും വാങ്ങി അവളുടെ റൂമിലേക്ക് പോകുന്നു. ആ സമയം ഹീറോയുടെ മകൾ മുറിയും അടച്ചിട്ട് വികാരം അടക്കാനാവാതെ അവിടെ അടക്കാനാവാത്ത ഒരു നിർവൃതിയിലെത്തി നിൽക്കുകയായിരുന്നു. സോഫിയ അവളുടെ പൂട്ടിയിട്ടിരിക്കുന്ന മുറിയിലേക്ക് കയറിപ്പോയി. ആ സമയം അവൾ കരഞ്ഞുകൊണ്ട് സോഫിയയോട് മാപ്പ് ചോദിക്കുന്നു. എനിക്ക് എന്തൊക്കെ സംഭവിക്കുന്നു എന്നും ഒന്നും തന്നെ മനസ്സിലാകുന്നില്ല എന്നും പറഞ്ഞ് അവൾ കരയാൻ തുടങ്ങി. സോഫിയ അവളെ ആശ്വസിപ്പിക്കുകയും ഞാൻ നിന്റെ അടുത്ത് തന്നെ ഉണ്ടാകുമെന്നും പറഞ്ഞ് അവളോട് ഉറങ്ങാനായി പറയുന്നു. അങ്ങനെ നേരം ഒരുപാട് വൈകി. ഇടയ്ക്ക് സോഫിയയുടെ കണ്ണൊന്ന് മയങ്ങിയപ്പോൾ ഹീറോയുടെ മകൾ അവിടെ നിന്നും എണീറ്റ് കളി കാണാനായി പതിവ് പോലെ ഇറങ്ങി നടന്നു. അവൾ നേരെ ഹീറോയുടെ റൂമിലേക്ക് പോയി വല്ലത് നടക്കുമോ എന്ന് നോക്കി. ആ സമയം ഹീറോയും അനിയന്റെ ഭാര്യയും അവിടെ പരിപാടികൾ പതിവ് പോലെ ആരംഭിച്ചു. പ്രേതം കൂടിയ ഹീറോയുടെ മകൾ അത് കണ്ട് ആസ്വദിച്ചു നിൽക്കുന്നു. ആ സമയം ഉണർന്നു നോക്കിയപ്പോൾ ഹീറോയുടെ മകളെ കാണാനില്ലാതെ സോഫിയ അവളെ അന്വേഷിച്ചിറങ്ങി. ഒടുവിൽ സോഫിയ അവളെ തന്റെ അച്ഛന്റെ റൂമിന്റെ മുന്നിൽ നിൽക്കുന്നത് കാണുന്നു. ആ നേരം റൂമിൽ നടക്കുന്ന കാര്യങ്ങൾ അവൾ സോഫിയയെ കാണിച്ചു കൊടുക്കുന്നു. പക്ഷേ തനിക്ക് ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ കാണണ്ട എന്ന് സോഫിയ പറയുന്നു. എന്നാൽ അവൾ സോഫിയയെ വീണ്ടും വീണ്ടും നിർബന്ധിച്ച് അത് നോക്കാനായി പറയുന്നു. എന്നാൽ ഒരു നിമിഷത്തേക്ക് സോഫിയയുടെ മനസ്സ് മാറി അവൾ അത് കാണാൻ തുടങ്ങി. പക്ഷേ പെട്ടെന്ന് അത് കാണുന്നത് തെറ്റാണെന്ന് മനസ്സിലാക്കിയ സോഫിയ അവളെയും കൂട്ടി പെട്ടെന്ന് തന്നെ അവിടെ നിന്നും റൂമിലേക്ക് പോകുന്നു. മുറിയിലെത്തിയ സോഫിയ ഇത്തരം കാര്യങ്ങളൊന്നും നീ ഇപ്പോൾ കാണണ്ട എന്ന് അവളോട് പറയുന്നു. തുടർന്ന് അവൾ സോഫിയയെ തനിക്കൊപ്പം കിടക്കാനായി ആവശ്യപ്പെടുന്നു. അതിന്റെ ഒപ്പം നിന്റെ തലയിലെയും മറ്റും വേഷങ്ങൾ കിടക്കാൻ നേരമെങ്കിലും മാറ്റിക്കൂടെ എന്ന് അവൾ ചോദിക്കുന്നത് കൊണ്ട് സോഫിയ അതൊക്കെ മാറ്റിയ ശേഷം അവൾക്കൊപ്പം കിടക്കുന്നു. തുടർന്ന് ആദ്യമൊക്കെ നോർമലായി പെരുമാറിയ ഹീറോയുടെ മകളുടെ സ്വഭാവം പതിയെ പതിയെ മാറാൻ തുടങ്ങി. അമ്മയുടെ പ്രേതം ശരീരത്തിൽ കയറിയതും അവൾ സോഫിയയെ വേറെ ഉദ്ദേശത്തിൽ നോക്കാനും ക്ലോസായി പെരുമാറാനും തുടങ്ങി. കുറച്ചു നേരമെങ്കിലും സോഫിയയുടെ മനസ്സൊന്ന് മാറാൻ തുടങ്ങി. പക്ഷേ അതൊക്കെ തെറ്റാണെന്ന് ബോധം വന്നപ്പോൾ അവൾ ഓടി റൂമിലേക്ക് പോകുന്നു. മുറിയിലെത്തിയ സോഫിയ ആകെ പേടിച്ചിരിക്കുന്നു. എന്നാൽ ഹീറോയുടെ മകൾ ആ മുറിയും തുറന്ന് ഉഗ്രരൂപത്തിൽ അവിടെ എത്തി. തുടർന്ന് അവളുടെ ദേഹത്ത് കൂടിയിരിക്കുന്ന ആത്മാവിനെ മനസ്സിലാക്കിയ സോഫിയയോട് നീ എന്നോട് സഹകരിച്ചാൽ മാത്രമേ ഞാൻ ഈ ശരീരം വിട്ടുപോകൂ എന്ന് ഹീറോയുടെ മകളുടെ ദേഹത്ത് കയറിയ പ്രേതം പറയുന്നു. പക്ഷേ സോഫിയ തന്റെ ശരീരശുദ്ധി കളയാൻ ഒരു തരത്തിലും തയ്യാറായില്ല. പിന്നീട് വേറെ വഴിയില്ലാതെ വന്നതുകൊണ്ടും ഹീറോയുടെ മകളുടെ ജീവന്റെയും ജീവിതത്തിന്റെയും കാര്യമായതുകൊണ്ട് സോഫിയ അതിന് സമ്മതിക്കുന്നു. അങ്ങനെ പ്രേതം സോഫിയയുടെ വിശുദ്ധിയെല്ലാം ഇല്ലാതാക്കുന്നു. അവർ അവിടെ ഒന്നിച്ചു കഴിയുന്നു. സോഫിയയും അത് ആസ്വദിക്കാൻ തുടങ്ങി. പക്ഷേ രാവിലെ ഉറക്കമുണർന്ന സോഫിയയ്ക്ക് കുറ്റബോധം താങ്ങാൻ കഴിഞ്ഞില്ല. വലിയ തെറ്റ് ചെയ്ത സോഫിയ ദൈവത്തോട് മാപ്പപേക്ഷിക്കുന്നു. അതേസമയം ഹീറോയുടെ മകളുടെ ശരീരത്തിൽ നിന്നും ബാധ പൂർണ്ണമായും ഒഴിഞ്ഞു പോകുന്നു. മകളുടെ സന്തോഷം കണ്ട് ഹീറോയ്ക്ക് തൃപ്തിയായി. എന്നാൽ കുറ്റബോധം കൊണ്ട് സോഫിയ ആ വീടിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്യുന്നു. അത് കാണുന്ന ഹീറോയും മകളും അവളുടെ അടുത്തേക്ക് ഓടിയെത്തി. ശേഷം അവസാന ശ്വാസത്തിൽ നീ ഇപ്പോൾ സേഫ് ആണെന്നും സന്തോഷമായി കഴിയൂ എന്നും സോഫിയ അവളോട് പറയുന്നു. ഈ സീനോടെ സിനിമ അവിടെ അവസാനിക്കുന്നു. ഈ സിനിമയുടെ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ സിനിമ ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യും. ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.